ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വന്നിരിക്കുന്ന ഒരു ന്യൂ മോഡൽ സ്കർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും ഓർഡർ വന്നതാണ്. അത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നീടും ഓർഡർ വന്നപ്പോഴത്തേക്കും ഞാനതൊന്ന് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്, പാർട്ട് 1 ആയിട്ട്. ആദ്യം മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക, എന്നിട്ട് ലെങ്ത് അടയാളപ്പെടുത്തുക. ഇത് ടോപ്പിൻ്റെ ലെങ്താണ്. ഇത് ടോപ്പിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി എടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അത് കട്ട് ചെയ്തതിന് ശേഷം സാധാരണ നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്താം. ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തുക, അതിനുശേഷം കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി, ബ്രസ്റ്റ് അടയാളപ്പെടുത്തി, ബ്രസ്റ്റ് എത്രയാണോ വേണ്ട അതും അടയാളപ്പെടുത്തി, താഴത്തെ അളവും ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിതിന് സെപ്പറേറ്റ് നമുക്ക് വേറെ കട്ട് ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് മാറ്റാനുണ്ട്. ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് മാറ്റിയതിന് അതിൽ ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട് പാർട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത്രയും മാത്രം മതി നമുക്ക്. ബാക്കി ഇനി അടുത്ത ഭാഗം കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ട് പോർഷനിൽ നമുക്കിനി 2 പാർട്ട് കൂടെ കട്ട് ചെയ്യാനുണ്ട്. അത് നമുക്കിവിടെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്നുകൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 പീസും സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് നോക്കണം. ഉൾഭാഗം പുറം ഭാഗം ഏതാണെന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇതുപോലെ ലെവലിൽ ചരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2ആയിട്ട് മടക്കി ഇടുക. ഫ്രണ്ട് ഭാഗം വരാൻ പാകത്തിന് നല്ല ഭാഗം വരാൻ വേണ്ടി ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വിടുത്തിയിടുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വളച്ച് വരച്ച് നെക്കിലേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 2 പീസും കൂടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്രണ്ടും കൂടെ വെച്ച് കട്ട് ചെയ്യുക, ഉൾഭാഗം കൂടെ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറം ഭാഗവും കൂടെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോഴേ കറക്റ്റിന് വരത്തുള്ളൂ. ഇതുപോലെ രണ്ടാമത്തെ പീസിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അകഭാഗവും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും, ഇങ്ങനെ വരും. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാൻ പാകത്തിന് ഇതുപോലെ വെച്ച് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നത്. നമുക്കിനി ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ബാക്ക് പാർട്ട് നമ്മൾ ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് കട്ട് ചെയ്യാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ച് കട്ട് ചെയ്താൽ ഫ്രണ്ടിലെ നെക്കിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ലൈനിങ് നമ്മൾ ഇതുപോലെ 2ആയിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റിയതിന് ശേഷം ലൈനിങ്ങിൻ്റെയും ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. ഇതുപോലെ 2ആയിട്ട് വെച്ച് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ട് എടുത്തതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുകൾ ഭാഗം ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. ബാലൻസ് വന്ന മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ മടക്കി പിന്നീട് ഒന്നുകൂടി മടക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ചെറിയ സ്ലീവാണ്, പഫ് സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം പഫിനുള്ള എത്രയാണോ ഞൊറി ഇട്ട് കൊടുക്കാനുള്ള അത് 3 ഇഞ്ച് വീതം ഞാൻ താഴെയും മുകളിലും അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം കൈക്കുഴിക്ക് വേണ്ടത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത്
താഴേക്ക് 2.5 ഇഞ്ച് ഇതുപോലെ അടയാളം കൊടുത്ത് വളച്ച് വരച്ച് കൊടുക്കുക. താഴ്ഭാഗത്ത് എത്രയാണോ വണ്ണം വേണ്ടത് അതും അടയാളപ്പെടുത്തി കൊടുത്ത് ചരിച്ച് വരച്ച് കൊടുത്തു. നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. അത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 സ്ലീവും സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കാം. അത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി 2 ബെൽറ്റാണ് കട്ട് ചെയ്യാനുള്ളത്. ഡ്രസ്സിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ബെൽറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ബെൽറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പഫ് സ്ലീവിന് ഒരു പടി നല്ല വീതിക്കാണ് ഒരു പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് കാരണം നമ്മൾ 10 ഇഞ്ച് ഇറക്കത്തിലാണ് മടക്കി ഇടുമ്പോൾ 5 ഇഞ്ച് വരാൻ പാകത്തിനുള്ള ഇറക്കത്തിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് പ്ലെയിൻ നെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിനുപോലെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. നീ ലെങ്തിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഫുൾ ലെങ്തിലല്ല. ഫുൾ ലെങ്ത് വരുമ്പോൾ ഇത് ഇച്ചിരി ബോറാണ്. ഫുൾ ലെങ്ത് അല്ലാതെ കുറച്ച് മുകളിൽ നിൽക്കാൻ പാകത്തിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ലെങ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഈ നെറ്റിൻ്റെ ഇതുപോലെ തന്നെ 4 പീസ് നെറ്റാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. 2 ലെയറായിട്ടാണ് നെറ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് 4 പീസ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഞൊറുവിട്ടാണ് നമ്മൾ ഈ സ്കർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ 4 പീസും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ലൈനിങ് ആണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്കർട്ട് പാർട്ടിനെക്കാട്ടും 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്. അതിനുശേഷം നമുക്ക് പടിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ട് 2 ഇഞ്ച് വീതിക്ക് 4 ഇഞ്ച് വീതി മടക്കിയിടുമ്പോൾ 2 ഇഞ്ച് വീതി വരാൻ പാകത്തിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.